Hey guys, now I'm gonna react on scene 3 from the movie Marco. Interesting होते जा रहा है because Marco तो बख्शने नहीं वाला है जिसने उसके भाई के साथ ये सारी चीजें की है. तो पहले हम ये सीन देखेंगे and then we'll speak about it. So before I start, hello, I'm Monali Naiko. Welcome to my channel नखरे वाली मोना. और अगर आपने मुझे अभी तक सब्सक्राइब नहीं किया होगा तो प्लीज टू सब्सक्राइब माय चैनल. So let's go. പറഞ്ഞില്ലേ വർക്കിംഗ് ഇല്ല സാറേ, അതുപോലെ ക്യാമറ മാത്രമേ ഉള്ളൂ, ഹാർഡ് ഡിസ്ക് ഒന്നും ഇല്ല. സ്റ്റോറേജിൽ അതിന്റെ എന്താണ് കാണാം? ലൈവ് കാണാനാ. ലൈവ് കാണുന്നതിന്റെ പേപ്പർ നോക്കി ആരാണ് കടവായത്? സാറേ, പോലീസുകാരോട് ഒട്ടും ബഹുമാനമില്ലാത്ത ആളാ ഞാൻ. സാറ് കേട്ടോ? बाप रे, ये क्या था? हमारे मोड़या യവന്മാർക്ക് ബാക്കപ്പ് ഉണ്ട്, അതാ ഇത്ര ഊറ്റം. എല്ലാം മുതലാളിയുടെ കാശിന്റെ പവറാ. ഇവിടുന്ന് ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി. വിക്ടറും വസീമും ഇവിടെ ഒന്ന് ബെറ്റ് വെക്കാറുണ്ട്, അത് മനസ്സിലായല്ലോ. अच्छा, ബാക്കി നോക്കാം. നിങ്ങളായിട്ട് തുടങ്ങി വെച്ച റിവോൾട്ടാണ് ഇത്. ഇവിടം കൊണ്ടൊന്നും ഒടുങ്ങില്ല. ജോർജിനെ പോലെയല്ല മാർക്കോ. ഹി ക്യാൻ ആൻഡ് വിൽ ഗോ ടു എനി എക്സ്റ്റെന്റ്. ഇത് നാശം പിടിച്ച നേരത്തെ തോന്നലുണ്ടായത്. I do admit he is unpredictable. മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. Each and every word counts. अच्छा डर का माहौल. മാർക്കോ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ചത് എത്തുന്നതെല്ലാം ഡെഡ് എൻഡിലാണ്. ചോദിച്ചത് ഇറ്റ്സ് ഗോയിങ് വേഴ്സ്. എനിക്കെന്തോ ഡോണ്ട് വറി. डर का माहौल. ജോർജിന്റെയും മാർക്കോയുടെയും ഓരോ ചോദ്യത്തിനും നമ്മുടെ കയ്യിൽ വ്യക്തമായ ഉത്തരവുണ്ടാവണം. ജോർജ് ഒരു മതം പൊട്ടിയ കുമ്പനാണ്. നമുക്കെതിരെ നിൽക്കുന്നവരെയെല്ലാം അവന്റെ ശത്രുക്കളാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. That is how he started finishing them one by one. Oh my god. ये तो क्या बात है. നമുക്ക് മാർക്കോയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഇമോഷൻസ് മാർക്കോ വീക്കാണ്. നമ്മൾ പറയുന്ന പോലെ അവൻ ചെയ്യും. ഇച്ഛായന് കൊടുത്ത അതേ വാക്ക് ഞങ്ങൾ നിനക്കും തരും മാർക്കോ. ഇതിന്റെ അവസാനം വരെ ഞങ്ങളും കൂടെ ഉണ്ടാവും. Just give me a name. ആരെയും അവൻ ഒറ്റയ്ക്ക് തീർക്കാൻ കഴിയും, പക്ഷെ നമ്മൾ തീരാതിരിക്കാൻ തൽക്കാലം അവനൊപ്പം നിന്നേ പറ്റൂ. ഒറ്റയ്ക്കൊരു യുദ്ധം റിസ്ക്കാണ് മാർക്കോ. You're right. But when it comes to family, you're wrong. The risk is on us. അവൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. യുദ്ധത്തിന്റെ ഇടയിലാണ് ശരിക്കുള്ള സ്വാതന്ത്ര്യം, കൊല്ലാനുള്ള സ്വാതന്ത്ര്യം. അവൻ എന്താ സംഭവിച്ചത്? ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഉപയോഗിച്ചാണ് മൃതദേഹം കരിച്ചത്. സാർ നിശ്ചയിരുന്നോ അവന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെന്ന്? നിങ്ങൾക്കില്ലാത്ത ശത്രുക്കളുണ്ടോ? സാറിന് ഓർപ്പുണ്ടോ അവരെന്റെ ശത്രുക്കളാന്ന്? വിക്ടറിന്റെയും വസീമിന്റെയും കൊലപാതകങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്. വസീമിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം വിക്ടർ പോലീസിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. अच्छा अच्छा हिंट दिया, अच्छा हिंट दिया, सबसे बेस्ट. थैंक यू. ഈ ഹൈഡ്രോഫ്ലോറിക് ആസിഡ് എവിടെ കിട്ടും? क्या हिंट मिली है इसको?
അപ്പൊ നിന്റെ വായിന്ന് വല്ലതും വീണ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇത് പണിയാവും. डर का माहौल है. നിനക്കെന്നെ വിശ്വാസമില്ല? കൂടെ കാശിന്റെ മഞ്ഞളപ്പ് കണ്ടപ്പോ സ്വന്തം ചോരയില്ലാതാക്കാൻ പറഞ്ഞ നിന്നെ എനിക്ക് നല്ല വിശ്വാസമാണ്. നമ്മുടെ സിൻഡിക്കേറ്റിലെ ഏറ്റവും വീക്ക് ലിങ്ക് നീയാണ്. ഓൾവേസ് വേവറിംഗ് ആൻഡ് കൺഫ്യൂസിങ്. നിന്റെ ലൂസ് ടോക്ക് കാരണം റസലിന് എന്തെങ്കിലും സംഭവിച്ചാൽ रसल पे बहुत जाने है इसकी. ओह, അന്ന് ഇവിടെ എന്താ സംഭവിച്ചത്? മാർക്കോ, വസീമിന്റെ ചടങ്ങിന്റെ തിരക്കിലായിരുന്നു ഞാൻ. വിക്ടറിനെ കണ്ടിരുന്നു, പക്ഷേ അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. നിനക്കാരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ പറഞ്ഞു. യെസ് താരിഖ്, മാർക്കോ നമ്മുടെ ആളല്ലേ? നീയും വസീമും നല്ല ബന്ധത്തിലായിരുന്നു. അതെന്ത് ചോദ്യം മാർക്കോ? അവനെന്റെ അനിയനായിരുന്നില്ലേ? ഈ വീട്ടിലെ അതേ കുട്ടിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവനെന്നെ വലിയ കാര്യമല്ലോ. हाँ बहुत. എനിക്ക് അവനെ कितनी करते हो समझ में आ गया. ഞാൻ ചോദിച്ച ചോദ്യത്തിന് വേറെ മറുപടി ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അവരെ ഇല്ലാതാക്കാൻ മാത്രം ശത്രുക്കൾ ആരുമില്ല. പോലീസ് ഇപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കല്ലേ? അവര് കണ്ടെത്തും. ചിലപ്പോ ആണും പറയാൻ പറ്റും സംഭവിച്ച അപകടമാവാം. വസീമിന് സംഭവിച്ചത് അപകടമാവാം. പക്ഷെ എന്റെ വിക്ടർ, that just cannot be an accident. Yes, exactly. താരിഖ്, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, എനിക്ക് അവൾ മാറില്ല. As far as I know, this guy is ruthless. മാർക്കോ, നീ കേറി വേണ. Oh, challenge. स्टाइल अच्छी थी. നരകത്തിലേക്കാണ് നീ കയറിയത്. जानू. ഇവിടുത്തെ രാജാവ് ഞാനാ. അനിയനെ തിരിച്ചറിയാൻ ഇറച്ചി കഷ്ണമെങ്കിലും കിട്ടിയില്ലേ? നിന്റെ കാര്യത്തിൽ അതുപോലും കാണില്ല. റൂൾസ് വെച്ച് റിങ്ങിനുള്ളിൽ കയറിയ ഒരാളെ 2 കാലിൽ തിരിച്ചു പോവുള്ളൂ എന്നാ. ओके, चैलेंज. इसने पहले सीन में कुत्ता फाड़ा था. നരകത്തിന്റെ രാജാവ് സാത്താനാണ്. ജെയിംസ്, എന്റെ വിക്ടറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. नहीं छोड़ेगा, ये नहीं छोड़ेगा. चैलेंज किया किससे था? What? मार्को खतरनाक है बॉस. वाओ.
എന്നാ നിനക്ക് കൂടി ആ ഗുണം. നിന്നില്ലേ നീയില്ല. അറിയാലോ, ആദ്യം പോലീസ് വരും. പോലീസ് വരാറുമുണ്ട്, പോകാറുമുണ്ട്. പക്ഷെ ഇവിടെ നിന്നൊന്നും കിട്ടില്ല റസലേ. പിന്നെ എന്നെ അന്വേഷിച്ച് മാർക്കോ വരും. അവനോട് നീ പറയണം DVR കൊണ്ടുപോയ ആളെ കണ്ട തിരിച്ചറിയുമെന്ന്. എന്നിട്ട് ആളെങ്ങനെ ഇരിക്കുന്നു ചോദിക്കുമ്പോ പിന്നെ പെണ്ണൊരുത്തം വന്നു, ഞങ്ങൾ ഭീഷണിപ്പെടുത്തി ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് പോയി. ആരെ കണ്ട തിരിച്ചറിയണോ നിനക്ക്? മുടി ദിവസത്തേക്ക് ചെയ്തി മീശയില്ലാത്തൊരാളാ. എവിടെ കണ്ടാലും തിരിച്ചറിയും. ഒരു ഭാര്യ ഹിന്ദിയാ പറഞ്ഞേ. മാർക്കോ, അവന്മാര് നമ്മുടെ നെഞ്ചത്തോട്ട് കയറി വരുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ട് കയറി അവന്മാരെ തീർത്താലോ? ഇത്രയും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒന്നിച്ചു തീർക്കണം എല്ലാത്തിനെയും. ചോരതളവ് കടന്ന കച്ചവടത്തിലല്ല. അവരെ കൊന്നെടുക്കുന്നതുകൊണ്ട് ഷോർട്ട് ടേം ബെനിഫിറ്റ് ഉണ്ടാവും. അവർ കേരളത്തിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൈകാര്യം ചെയ്യുന്ന പൊന്നു മുഴുവൻ നമ്മുടെ കയ്യിൽ വരണം. This man. നാളെ എത്ര കിലോ ആണ് 3 ബോട്ടിലും കൂടി കേരളത്തിലെത്തുന്നത്? അടാട്ടയോ Kilo. അതോ നമ്മുടെയോ? എന്റെ അറിവിൽ 120. 30 അടാട്ടൻ, 30 ചാക്കു, 30 സൽമാൻ. ബാക്കി തൃശ്ശൂരിലെ തമ്പിയ. കണക്ക് ശരിയല്ലേ? इसको सिगरेट पीने का स्टाइल है. കൺസൈൻമെന്റ് ദുബായിൽ നിന്ന് കയറുന്നവനും പോറ്റണം. 30 കിലോ വരെ പിടിച്ചെടുത്തോളാൻ കസ്റ്റംസിലെ ജോൺ സാറിനെ ദേവ് വിളിച്ച് പറയണം. ആ നഷ്ടപ്പെട്ട 30 കിലോ അടാട്ടുകാരുടേതാണെന്ന് അവരോട് പറയണം. നമ്പ്യാരോട് പറയണം കസ്റ്റംസ് പിടിച്ചെടുത്തത് അവരുടെ സ്വന്തമാണെന്ന്. സൽമാനോടും ഇത് തന്നെ പറയണം. ദെൻ ചാക്കുവിനോടും. Oh. ഇവർ തമ്മിൽ പരസ്പരം കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗെയിം സേഫാണ്. കസ്റ്റംസിന് 30 കിലോ, പിടിച്ചെടുക്കാത്ത 90 കിലോയാണ് ഇതിലെ നമ്മുടെ ലാഭം. माँ कसम, ये आदमी बहुत शातिर है. ये आदमी बहुत ज्यादा शातिर है, नो डाउट. डर का माहौल तो है बिकॉज मार्को ने बोल दिया है वो नहीं छोड़ेगा, तो वो नहीं छोड़ने वाले. रसल वगैरह सब लोग अलग लेवल पे डरे हुए हैं. इनको पता है जैसे हमने जॉर्ज को मैनिपुलेट किया, वैसे मार्को के साथ मैनिपुलेशन इज नॉट पॉसिबल एट ऑल. वो जो अभी फाइट सीन हुआ ना वो रिंग में, वो बहुत सही था. आई एम लाइक क्या ही सीन हुआ ये मस्त फाइट सीन था, यू नो. ये सारी प्लानिंग प्लॉटिंग वगैरह जो सब कुछ चल रही है, इन्वेस्टिगेशन वगैरह जो सब कुछ चल रहा है, ये अनदर लेवल पे डरे हुए लोग कर रहे हैं. मतलब इनके अंदर जो है ना वो इतना ज्यादा डर पड़ा हुआ है बिकॉज ऑफ मार्को ने जिस तरीके से इनको ये दिया है. एंड ये सोने के ऊपर इनको खत्म करने से हमको कुछ खास फायदा नहीं होगा, तो खास फायदा करेंगे. एंड देन ये खुद होके अगर अटैक करेंगे, इनके ऊपर बहुत भारी पड़ने वाला है बहुत सी चीजें. अभी तो इन्वेस्टिगेशन ही चालू है एंड ही इज अ फैमिली मैन. मार्को इज अ फैमिली मैन और ये किसी को नहीं छोड़ने वाला है. माँ कसम, उसका चलना, उसका स्लोमो, उसके क्लोजअप्स, वो सनग्लासेस, दो हेयर स्टाइल, सारी चीजें टू गुड. आपको नेक्स्ट सीन अगर देखना है तो इस वीडियो को जितना हो सके लाइक करो, कमेंट करो, शेयर करो गाइस. हो सके तो सुपर थैंक्स भी देना, मेरे चैनल के ग्रोथ के लिए हेल्प हो जाती है. बाकी परत न्यायालयाचा